ഹലോ എവരിബഡി. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ, അതായത് BCA സ്റ്റുഡൻസിനും BSc കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനുമുള്ള സബ്ജക്റ്റാണ് സെക്കൻഡ് സെമിസ്റ്ററിൽ. അതിൽ കുറച്ച് ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇത് ഇൻസ്ട്രക്ഷൻ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. പിന്നീടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇതായിരുന്നു സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് കവർ ചെയ്യേണ്ട സിലബസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷനും സ്റ്റാക്ക് ഓർഗനൈസേഷനും പറഞ്ഞു. അടുത്തത് അഡ്രസ്സിങ് മോഡ്സ് ആണ്. അഡ്രസ്സിങ് മോഡ്സിന് മുൻപായിട്ട് ഇൻസ്ട്രക്ഷൻ്റെ ഫോർമാറ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് അഡ്രസ്സിങ് മോഡ്സും പിന്നെ ഇൻസ്ട്രക്ഷൻ ക്ലാസിഫിക്കേഷനും എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റും ഇൻസ്ട്രക്ഷൻ ക്ലാസിഫിക്കേഷനുമാണ് പറയാൻ പോകുന്നത്. ഇനി ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇൻസ്ട്രക്ഷനെ നമ്മൾ അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു കളക്ഷനാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സർട്ടൺ ഫീച്ചേഴ്സ് ഈ ഇൻസ്ട്രക്ഷൻ സെറ്റിന് പല ചേഞ്ചസും ഉണ്ടാവും. ആ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഓപ്പറാൻഡ് സ്റ്റോറേജ് ഇൻ CPU. ഓപ്പറാൻഡ് CPUവിൽ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഫീച്ചർ. അതായത് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ സ്റ്റാക്ക് അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ്, എവിടെ വേണമെങ്കിലും നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാം. അതെവിടെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത് ഇൻസ്ട്രക്ഷൻ ഫോം ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി അടുത്തത് നമ്പർ ഓഫ് എക്സ്പ്ലിസിറ്റ് ഓപ്പറാൻഡ്സ് പെർ ഇൻസ്ട്രക്ഷൻ. അതായത് ഒരു ഇൻസ്ട്രക്ഷനിൽ നമുക്ക് എത്ര ഓപ്പറാൻഡ്സ് സെൻഡ് ചെയ്യാൻ പറ്റും, അതും ഒരു ഫാക്ടറാണ്. ചില ഇൻസ്ട്രക്ഷന് ഒരു ഓപ്പറാൻഡേ പറ്റുള്ളൂ, ചില ഇൻസ്ട്രക്ഷന് ഒന്നിലധികം ഓപ്പറാൻഡ്സ് പറ്റും. അതൊക്കെ എങ്ങനെയാണ്, അതും ഇൻസ്ട്രക്ഷൻ സെറ്റിൻ്റെ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ഫാക്ടറായിട്ട് വരും. ഇനി ഓപ്പറാൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പറാൻഡ് എവിടെയാണുള്ളത്. അപ്പോൾ രജിസ്റ്ററിലാണോ മെമ്മറിയിലാണോ, അങ്ങനെ എവിടെയാണ് നമ്മുടെ ഓപ്പറാൻഡ് ഉള്ളത് എന്നുള്ളതും ഒരു ഫാക്ടറാണ്. അതായത് ഇൻസ്ട്രക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് രജിസ്റ്റർ ടു രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ, രജിസ്റ്റർ ടു മെമ്മറി ഇൻസ്ട്രക്ഷൻ, മെമ്മറി ടു മെമ്മറി ഇൻസ്ട്രക്ഷൻ, വിച്ച് സിംപ്ലി റെഫർ ടു ദ കോമ്പിനേഷൻ ഓഫ് ഓപ്പറൻസ് അലൗഡ് പെർ ഇൻസ്ട്രക്ഷൻ. അതായത് രജിസ്റ്റർ ടു രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവാം, രജിസ്റ്റർ ടു മെമ്മറി ഇൻസ്ട്രക്ഷൻ ഉണ്ടാവാം, മെമ്മറി ടു മെമ്മറി ഇൻസ്ട്രക്ഷൻ ഉണ്ടാവാം. ഓപ്പറാൻസ് മെമ്മറിയിൽ നിന്ന് എടുക്കുക, റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മെമ്മറിയിൽ തന്നെ വയ്ക്കുക. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പോസിബിളാണ്. ഇനി അടുത്തത് ഓപ്പറേഷൻസ്. ഏതൊക്കെ ഓപ്പറേഷൻസാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക? അതായത് മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റുമോ, അതോ മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റില്ലേ, അങ്ങനെ ഏതൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒരു ഫാക്ടറാണ്. പിന്നെ ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് ഓപ്പറൻസ്. എത്ര സൈസുള്ള ഓപ്പറാൻഡാണ് നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യാനായിട്ടുള്ളത്, അതും ഒരു ഫാക്ടറാണ്. ഇനി അതിൽ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതിൽ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഒരു ക്ലാസിഫിക്കേഷനാണ് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 3 അഡ്രസ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. റിസ്ക് പ്രോസസ്സേഴ്സ് യൂസ് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടേഴ്സാണ്. അതായത് അതിൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് കുറവായിരിക്കും. അപ്പം ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ ഒരെണ്ണമാണ് സിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ്ഡ്, സിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ്. ഇനി ഇൻ ദീസ് മെഷീൻസ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എക്സ് ഇസ് ഈക്വൽ ടു A+B സ്റ്റാർ C+D. ഇതൊരു ഇച്ചിരി വലിയൊരു എക്സ്പ്രഷനാണ് അല്ലേ. ഇതിനെ എങ്ങനെ നമ്മൾ 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ആക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷനിൽ നമുക്ക് 3 ഓപ്പറാൻഡ്സ് പോസിബിളാണ്. അതായത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ആഡ് R1, A, B എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? M of A, അതായത് എയിലെ കണ്ടൻറ്റും ബിയിലെ കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട്സ് എവിടെ സ്റ്റോർ ചെയ്തു? R1 സ്റ്റോർ ചെയ്തു. അതുപോലെ തന്നെ R2 is equal to ആഡ് R2, C, D എന്ന് പറഞ്ഞാൽ R2 is equal to കണ്ടൻറ്റ് ഓഫ് C പ്ലസ് കണ്ടൻറ്റ് ഓഫ് D. അതിനുശേഷം മൾട്ടിപ്ലൈ
എക്സ് കോമ R1 കോമ R2. R1 എ പ്ലസ് ബി ഉണ്ട്, R2 സി പ്ലസ് ഡി ഉണ്ട്. എന്നിട്ട് അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് എക്സിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഓരോ ഇൻസ്ട്രക്ഷനും 3 ഓപ്പറാൻഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, 3 അഡ്രസ് വാല്യൂസ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അതാണ് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും? 2 എണ്ണേ പറ്റുള്ളൂ. ആ സെയിം എക്സാമ്പിൾ തന്നെ ഇതിവിടെ നോക്കിക്കോ. അതായത് R1 കോമ എനെ കൊണ്ടുപോയി R1 അതിനുശേഷം R1 കോമ ആഡ് R1 കോമ ബി. അപ്പോൾ എ ഇപ്പോൾ R1 R1 ബി ആഡ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും R1 = R1 + B. അപ്പോൾ R1 കണ്ടൻറ്റ് ഇപ്പോൾ എവിടെ ഉണ്ട്? R1 ഇപ്പോൾ എന്തുണ്ട്? A + B എന്ന് പറയണത് എൻ്റെ റിസൾട്ട് ഇപ്പോൾ R1 ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് മൂവ് R2 കോമ സി. R2 സിയിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? ആഡ് R2 കോമ ഡി. അപ്പോൾ സീൻ്റെ കൂടെ ഡി ആഡ് ചെയ്തു. റിസൾട്ട് എവിടെയുണ്ട്? R2 തന്നെ ഉണ്ട്. അതിനുശേഷം എന്താ ചെയ്തത്? മൾട്ടിപ്ലൈ R1 കോമ R2 എന്ന് പറയുമ്പോൾ R1 = R1 സ്റ്റാർ R2. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? മൂവ്. നമുക്ക് ഈ റിസൾട്ട് R1 വേണ്ടത്, എക്സിലാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? മൂവ് എക്സ് കോമ R1. അപ്പോൾ R1 എന്ത് ചെയ്തു? എക്സിലേക്ക് മൂവ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 2 ഇൻസ്ട്രക്ഷൻസാണ് നമ്മളിവിടെ പറയുന്നത്, ഒരു സോഴ്സ് ഒരു ഡെസ്റ്റിനേഷൻ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ മുമ്പ് കണ്ട 3 അഡ്രസ് ഇൻസ്ട്രക്ഷനും ഈ 2 അഡ്രസ് ഇൻസ്ട്രക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഈ സെയിം ഇത് ചെയ്യാനായിട്ട് ഇവിടെ 3 ഇൻസ്ട്രക്ഷൻസ് മതിയായിരുന്നു. അതേസമയം ഇവിടെ എത്ര ഇൻസ്ട്രക്ഷൻ വേണ്ടി വന്നു? 1 2 3 4 5 6 ഇൻസ്ട്രക്ഷൻ വേണ്ടി വന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറേയും കൂടി ഈസി ആയിരിക്കും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൂടുതൽ വേണ്ടി വരും. ഇനി അതേസമയം 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലോ, 1 അഡ്രസ് ഇൻസ്ട്രക്ഷനിൽ ഒരൊറ്റ അഡ്രസ്സേ പോസിബിൾ ഉള്ളൂ. അപ്പം അത് ഏത് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്യുമുലേറ്റർ മാത്രമുള്ള കമ്പ്യൂട്ടർ, സിംഗിൾ അക്യുമുലേറ്റർ രജിസ്റ്റർ മാത്രമുള്ള കമ്പ്യൂട്ടേഴ്സിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ എങ്ങനെയായിരിക്കും വരിക? ഈ സെയിം ഇൻസ്ട്രക്ഷൻ ഇതിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ പറഞ്ഞില്ല. ഇൻ ദ ഏർലി ഇൻസ്ട്രക്ഷൻ വെൻ മെമ്മറി വാസ് എക്സ്പെൻസീവ് ആൻഡ് സ്ലോ, a set of special registers was used to provide input operand as well as to receive all the result from ALU. അതായത് മുൻപ് മെമ്മറി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു, അതുമല്ല അത് സ്ലോ ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഒരു സ്പെഷ്യൽ രജിസ്റ്റർ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്താണ് എല്ലാ ഇൻപുട്ടും വന്നിരുന്നത്, എല്ലാ റിസൾട്ട്സും വന്നിരുന്നത്. ആ രജിസ്റ്ററിനെ നമ്മൾ എന്ത് വിളിക്കും? അക്യുമുലേറ്റർ എന്ന് വിളിക്കും. അങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സാണ് സിംഗിൾ അക്യുമുലേറ്റർ രജിസ്റ്ററുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിനെ അക്യുമുലേറ്റർ മെഷീൻസ് എന്നും പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സിൽ എങ്ങനെയായിരിക്കും ചെയ്യാമെന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ സെയിം ഇൻസ്ട്രക്ഷൻ തന്നെ ആദ്യം ലോഡ് എ, അതായത് എ എന്ന് പറയുന്ന ഡാറ്റ ഇപ്പോൾ എവിടെ ഉണ്ട്? അക്യുമുലേറ്ററിലുണ്ട്. ആഡ് ബി ചെയ്യുമ്പോഴത്തേക്കും അക്യുമുലേറ്റർ ഓൾറെഡി ഇപ്പോൾ എ ഉണ്ട്, അതിൻ്റെ കൂടെ ബിയും കൂടെ ആഡ് ചെയ്തു, റിസൾട്ട് എ തന്നെ ഉണ്ട്. എന്നിട്ട് സ്റ്റോർ ടി, അതായത് സ്റ്റോർ ടി എന്ന് പറയുമ്പോൾ നമുക്ക് അക്യുമുലേറ്റർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് അടുത്തത് സി പ്ലസ് ഡി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഡാറ്റ എവിടെ കൊണ്ടുവരണം? അക്യുമുലേറ്ററിൽ കൊണ്ടുവരണം. പക്ഷേ നമുക്കിപ്പോൾ എ പ്ലസ് ബി ചെയ്തിട്ടുള്ള ഡാറ്റ അഡീഷൻ ചെയ്തിട്ടുള്ള പാർഷ്യൽ റിസൾട്ട് അക്യുമുലേറ്ററിൽ ഉണ്ട്. പക്ഷേ അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ വേറൊരു ടെമ്പററി സ്റ്റോറേജിലേക്ക് മാറ്റി വയ്ക്കണം. അതായത് അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ് എടുത്ത് M(t)യിലേക്ക് കൊണ്ടുവന്നിട്ടു, എന്നിട്ട് അക്യുമുലേറ്ററിലേക്ക് സി ലോഡ് ചെയ്തു, എഗെയിൻ ആഡ് ഡി. അപ്പോൾ സിയും ഡിയും തമ്മിൽ ആഡ് ചെയ്ത റിസൾട്ട് ഇപ്പോൾ എവിടെയുണ്ട്? അക്യുമുലേറ്ററിലുണ്ട്. എന്നിട്ട് മൾട്ടിപ്ലൈ ടി എന്ന് പറയുന്നത് ടിയിൽ നമ്മൾ എ പ്ലസ് ബിയുടെ റിസൾട്ട് കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇപ്പോൾ അക്യുമുലേറ്ററിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? സ്റ്റോർ എക്സ്. ഇപ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് എവിടെ സ്റ്റോർ ചെയ്തു? എക്സിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇതാണ് സിംഗിൾ അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഒരൊറ്റ ഒരു സാധനത്തിനെ മാത്രമേ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ, ഒരു രജിസ്റ്ററിനെ മാത്രമാണ് നമ്മൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ. സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ആർ ലൊക്കേഷൻസ് ഓഫ് ബോത്ത് ഓപ്പറൻസ് ആർ അസ്യൂംഡ് ടു ബി അറ്റ് ഡിഫോൾട്ട് ലൊക്കേഷൻ. അതായത് ഡിഫോൾട്ട് ലൊക്കേഷനിലായിരിക്കും എല്ലാ അഡ്രസ്സ് ഡാറ്റ ഉള്ളതെന്നാണ് അസ്യൂം ചെയ്യണത്. സ്റ്റാക്കാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയണത്.
സ്റ്റാക്ക് ആസ് എ സോഴ്സ് ഓഫ് ഇൻപുട്ട് ഓപ്പറൻറ്റ് ആൻഡ് റിസൾട്ട് ഗോസ് ബാക്ക് ടു സ്റ്റാക്ക്. റിസൾട്ടും ഇൻപുട്ടും ഒക്കെ എന്തിലുള്ളത് സ്റ്റാക്കിലായിരിക്കും ഉണ്ടാവുക. എക്സ്പ്രഷൻ A+B*D എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ. പുഷ് എ എന്ന് പറയുമ്പോഴത്തേക്കും എയിലെ കണ്ടൻറ്റ് ഇപ്പോൾ സ്റ്റാക്കിലേക്ക് പോയി. അപ്പോൾ ടോപ്പ് ഓഫ് സ്റ്റാക്കാണ് TOS = A. പുഷ് ബി, അപ്പോൾ ബിയുടെ കണ്ടൻറ്റും സ്റ്റാക്കിലേക്ക് പോയി. ഇപ്പോൾ സ്റ്റാക്ക് പോയിൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ബീനെയാണ്. അത് കഴിഞ്ഞ് ആഡ് എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് വരുന്നത്. ആഡ് എന്ന് പറഞ്ഞ ഓപ്പറേഷന് 2 ഓപ്പറാൻസ് വേണം. അപ്പോൾ സ്റ്റാക്കിലെ ടോപ്പിലുള്ള ഏറ്റവും മുകളിലുള്ള 2 ഓപ്പറാൻസിനെ എടുത്തിട്ട് സം ചെയ്തിട്ട് വീണ്ടും ടോപ്പ് ഓഫ് സ്റ്റാക്കിലേക്ക് കൊടുന്ന് സ്റ്റോർ ചെയ്യും. അതിനുശേഷം പുഷ് സി എന്ന് പറയുമ്പോഴത്തേക്കും സി സ്റ്റാക്കിലേക്ക് ഇട്ടു, ഡിയും സ്റ്റാക്കിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും C+D വീണ്ടും സ്റ്റാക്കിലേക്ക് വരും. ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെയുള്ളത് A+B എന്ന് പറയുന്ന പാർഷ്യൽ സമ്മാണ്. അതിൻ്റെ മുകളിൽ C ഉണ്ട്, അതിൻ്റെ മുകളിൽ D ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആഡ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ വരുന്നത്. അപ്പോൾ മുകളിലുള്ള 2 ഓപ്പറാൻസ് പുഷ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് റിസൾട്ട് വീണ്ടും എന്തിലേക്ക് കൊണ്ടുവരും? സ്റ്റാക്കിലേക്ക്, ടോപ്പിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതിനുശേഷം മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പിലുള്ള ഏറ്റവും 2 മുകളിലുള്ള എലമെൻറ്റ്സ് 2നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം പോപ്പ് X എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് റിസൾട്ട് എങ്ങടേക്ക് കൊണ്ടുപോയി? Xലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇതാണ് സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻസ്ട്രക്ഷൻ ക്ലാസിഫിക്കേഷനാണ്. അതായത് ഇൻസ്ട്രക്ഷൻ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഡാറ്റ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ബൂളിയൻ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, IO ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, സ്പെഷ്യൽ പർപ്പസ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൽ ഡാറ്റ മൂവ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റേനെ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണത്. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നതാണ് ടിപ്പിക്കൽ ഡാറ്റ മൂവ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ലോഡ് ഉണ്ട്, സ്റ്റോർ ഉണ്ട്, മൂവ് ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്, ഇൻപുട്ട് ഉണ്ട്. ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അക്യുമുലേറ്ററിനെയോ മെമ്മറീനെയോ ഒരു ഡാറ്റ കൊണ്ട് ലോഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ. സ്റ്റോർ ചെയ്യാമെന്ന് വെച്ചാൽ കണ്ടൻറ്റ് വേറൊരു സ്ഥലത്തേക്ക് സ്റ്റോർ ചെയ്യാം. അതിന് കൊടുക്കുന്ന ന്യൂമോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിങ്ങിൽ വരുന്ന ആണ്. അതായത് ഒരു ലേബലാണ്. ആഡിനെ നമ്മൾ LD എന്ന് പറയും, സ്റ്റോറിനെ നമ്മൾ ST എന്ന് പറയും. ദുൽഖർ സൽമാന് DQ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ലോഡിനെ LD, സ്റ്റോറിനെ ST എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ന്യൂമോണിക്കാണ്. ഇനി വേറെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ മെനി മെഷീൻസ് ഹാവ് വേരിയേഷൻസ് ഓഫ് ലോഡ് ആൻഡ് സ്റ്റോർ. പല വേരിയേഷൻസ് ഓഫ് ലോഡ് ആൻഡ് സ്റ്റോർ പോസിബിൾ ആണ്. അതായത് ചില മെഷീൻസിൽ ദർ മേ ബി ലോഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈറ്റ്സിനെ ലോഡ് ചെയ്യാൻ ലോഡ് ബിയും ലോഡ് W, അതായത് വേർഡ് ബൈറ്റ്സ് എന്ന് വെച്ചാൽ ഒരു ബൈറ്റായിട്ട് ലോഡ് ചെയ്യാനായിട്ട് ലോഡ് ബി എന്ന് പറഞ്ഞ വേരിയേഷൻ ഉണ്ട്. വേർഡായിട്ട് ലോഡ് ചെയ്യാൻ ലോഡ് W എന്ന് പറയുന്ന വേരിയേഷൻ ഉണ്ട്. അങ്ങനെ പല വേരിയേഷൻസും ഈ ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ തന്നെ പല വേരിയേഷൻസും പോസിബിൾ ആണ്. ഇനി അതിൽ തന്നെ പല ടൈപ്പ് ഓഫ് അഡ്രസ്സിങ് പറയുന്നുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് അഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LD-ADR എന്ന് പറയണത് ഈ അഡ്രസ്സിലുള്ള കണ്ടൻറ്റ് എടുത്തുകൊണ്ട് വന്ന് അക്യുമുലേറ്ററിലേക്ക് വെക്കുക. ഇനി ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് LD@ADR എന്ന് പറയുമ്പോഴത്തേക്കും ഈ അഡ്രസ്സിൽ ഈ ADR എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കണ്ടൻറ്റ് ഉണ്ടാവും. ആ കണ്ടൻറ്റ് ഒരു അഡ്രസ്സായിരിക്കും. ആ അഡ്രസ്സിലുള്ള ഡാറ്റേനെ ആയിരിക്കും എവിടെ കൊണ്ടുവരിക? അക്യുമുലേറ്ററിൽ കൊണ്ടുവരിക. അതായത് ഈ ADRൽ ഒരു മെമ്മറി അഡ്രസ്സാണ്, ആ മെമ്മറി അഡ്രസ്സിലാണ് ഡാറ്റ ഉള്ളത്. ഇവിടെ ഡയറക്റ്റ് ഈ ADRൽ ഇപ്പോൾ എന്താ ഉള്ളത്? ഡാറ്റയാണ്. ഫസ്റ്റത്തേൽ ADRൽ ഡാറ്റയാണ്. അതാണ് ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ADRലുള്ളതൊരു അഡ്രസ്സാണ്, ആ അഡ്രസ്സിലായിരിക്കും ഡാറ്റ ഉള്ളത്. റിലേറ്റീവ് അഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിൽ ഒരു അഡ്രസ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന സ്ഥലത്താണ് ഡാറ്റ ഉള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അറേയുടെ ബേസ് അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിൽ ഉള്ളതെന്ന് വിചാരിക്കുക. നമുക്ക് അറേയിലെ 5ാമത്തെ എലമെൻറ്റിനാണ് എടുക്കേണ്ടതെങ്കിൽ ബേസ് അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിൽ അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഉണ്ട്, എക്സാമ്പിൾ 2000 ആണെന്ന് വിചാരിക്കുക. 2000 + 5 ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് 5ാമത്തെ ലൊക്കേഷനിലുള്ള ഡാറ്റ കിട്ടുക. ഇനി അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് സീൽ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് ടൈപ്പ് അനുസരിച്ച് ചിലപ്പോൾ 5 ഇൻറ്റിജർ ആണെങ്കിൽ 2 ബൈറ്റ് വേണമല്ലോ, അപ്പോൾ 5 × 2 വരും. ഫ്ലോട്ട് ആണെങ്കിൽ 5 × 4 വരും. അപ്പോൾ 2000 + 5 × 2 ആയിരിക്കും ഈ പർട്ടിക്കുലർ ഡാറ്റയുടെ അഡ്രസ്സ്. അതാണ് റിലേറ്റീവ് അഡ്രസ്സ്. അതായത് പ്രോഗ്രാം കൗണ്ടർ പ്ലസ്
ഇവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റ. ഇനി ഇമ്മീഡിയറ്റ് ഓപ്പറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയറക്റ്റ് ഡാറ്റ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതായത് അക്യുമുലേറ്ററിലേക്ക് ഇപ്പോൾ 5 ആണ് ലോഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ എന്തോ കൊടുക്കും, #5 എന്ന് കൊടുക്കും. അപ്പോൾ 5 ഡയറക്റ്റ് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്രസ്സിങ് മോഡ്സിനെ ബേസ് ചെയ്തിട്ട് ഈ ലോഡിനെ എഴുതിയിരിക്കുന്നതാണ്. ലോഡ് R1 രജിസ്റ്റർ ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോഴേക്കും രജിസ്റ്ററിൽ ഒരു മെമ്മറി അഡ്രസ്സായിരിക്കും, അതായിരിക്കും ലോഡിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഓട്ടോ ഇൻക്രിമെൻറ്റ് LDR R1+ എന്ന് പറഞ്ഞാൽ ആദ്യം രജിസ്റ്ററിലുള്ള കണ്ടൻറ്റ് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തിട്ട് രജിസ്റ്റർ അടുത്ത ഡാറ്റേനെ പോയിൻ്റ് ചെയ്യിപ്പിക്കും. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻക്രിമെൻറ്റിന് INC, ഡിക്രിമെൻറ്റിന് DEC, ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാവുന്നേ ഉള്ളൂ. ഇനി ലോജിക്കൽ ആൻഡ് ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്, ആൻഡ് ഓർ നോട്ടൊക്കെയാണ് അല്ലേ. ഇനി ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ബിറ്റ് ബൈ ബിറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷിഫ്റ്റ് ഉണ്ട്, അങ്ങനെ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതായത് അക്യുമുലേറ്ററിലെ കണ്ടൻറ്റിനെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക, ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് പലതരത്തിലുള്ള ലോജിക്കൽ ആൻഡ് ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ. ക്ലിയർ ഉണ്ട്, കോംപ്ലിമെൻ്റ് ഉണ്ട്. ക്ലിയർ എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് ക്ലിയർ ചെയ്യാൻ. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടൻറ്റ് കോംപ്ലിമെൻറ്റ് ചെയ്യാം. 1 ആണെങ്കിൽ 0 ആക്കുക, 0 ആണെങ്കിൽ 1 ആക്കുക. ഇനി ആൻഡ് ഓർ ഒക്കെ എക്സ്ക്ലൂസീവ് ഓർ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ക്ലിയർ ക്യാരി എന്ന് പറഞ്ഞാൽ ക്യാരി ക്ലിയർ ചെയ്ത് കളയാൻ. അതായത് 2 നമ്പർ ആഡ് ചെയ്തപ്പോൾ ഇപ്പോൾ ക്യാരി സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാരി വേണമെങ്കിൽ ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ക്യാരി ചെയ്യാം. സെറ്റ് ക്യാരി ചെയ്യണമെങ്കിൽ ക്യാരി സെറ്റ് ചെയ്യാം. കോംപ്ലിമെൻറ്റ് ക്യാരി ചെയ്യണമെങ്കിൽ ക്യാരീനെ കോംപ്ലിമെൻറ്റ് ചെയ്യാം. ഇനി എനേബിൾ ഇൻപുട്ട് EIയും DIയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രപ്റ്റിനെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുമാണ്. ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ തിങ് സംഭവിച്ചാൽ ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യാം. അതായത് പലതരത്തിലുള്ള ഇൻട്രപ്റ്റ് ഉണ്ട്. അത് നമുക്ക് പ്രോഗ്രാം കൺട്രോൾ എന്ന് പറയുന്ന ഇതിൽ ലാസ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ സിഗ്നൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ സിഗ്നൽ, എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രപ്റ്റ് സംഭവിക്കും. അപ്പം കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷനാണ് അതാ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ, ഒരു അലാം സിഗ്നൽ പോലെയുള്ളതാണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഈ ടോപ്പിക് എന്ന് പറയണത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും 1-2 പ്രാവശ്യം വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ടോപ്പിക്ക് തറവാകും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കുറച്ചും കൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ ക്ലാസ്സസൊക്കെ കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. പിന്നെന്താ, നന്നായി പഠിക്കുക, 1-2 പ്രാവശ്യമൊക്കെ കാണാം. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ പറ്റും. പഠിച്ചിട്ട് നന്നായിട്ട് പരീക്ഷ എഴുതാം. ഓക്കെ, താങ്ക് യു, ബൈ.